മേരി, ഞങ്ങളുടെ കഴിഞ്ഞൊരു പുത്രനെ ദൈവത്തിന് സമർപ്പിക്കാനായി വന്നതാണ് ഞങ്ങൾ. ഈ വൃദ്ധൻ ഇവന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് ഇവന്റെ പേര്? ഈശോ. പിതാവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഇവൻ വലിയവനാണ്, സർവശക്തനാണ്. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. മേരി, നിന്നെ കാത്തിരിക്കുന്നത് എണ്ണമറ്റ സഹനങ്ങളാണ്. മോളെ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വൃദ്ധന് ഇനി സമാധാനത്തോടെ മടങ്ങാം. ഉണ്ണിയേശുവിനെ ദൈവപിതാവിന് കാഴ്ചവെക്കുവാൻ വന്ന അമ്മയായ മറിയത്തോട് ശിമയോൻ പ്രവാചകൻ പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ മുറിച്ചു കിടക്കും എന്നാണ്. എന്നറിയാതെ ആ അമ്മ ഓരോ ദിവസവും തള്ളി നീക്കുകയായിരുന്നു. 33 വർഷങ്ങൾ അമ്മയെ ആ വാൽമലത്തുമ്പ് കുത്തി നോവിച്ചു കൊണ്ടിരുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടൻ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ്. ജോസഫ്, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഉറക്കത്തിൽ എനിക്ക് കരുളപ്പാടുണ്ടായി. ഹെറോദോസ് നമ്മുടെ കുഞ്ഞിനെ വധിക്കാൻ നോക്കുന്നു. അവന്റെ ആളുകൾ ഉടനെത്തും. ഇപ്പോൾ തന്നെ നമുക്ക് ഈജിപ്തിലേക്ക് പുറപ്പെട്ടേ പറ്റും. ഈ രാത്രിയിൽ ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ പോകും? മേരി, വേറെ വഴിയൊന്നുമില്ല. കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. കുഞ്ഞിന്റെ ഉടുപ്പുകൾ ഞാൻ എടുക്കട്ടെ. മേരി, വേഗമാവട്ടെ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. ഈശോ എവിടെയാണ്? അവൻ നമ്മുടെ ചാർച്ചക്കാരുടെ ഒപ്പം ഉണ്ടാവും. ഇല്ല, അവൻ അവരുടെ ഒപ്പമില്ല. നിന്റെ കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ എന്റെ മോനെ കണ്ടോ? ജോസഫ്, നമ്മുടെ മോൻ. അയ്യോ, അവൻ എവിടെ? വിഷമിക്കാതെ വേണ്ടി അവരിവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. നമുക്കവനെ കണ്ടുപിടിക്കാമെന്നേ. ഏറെ വേദനയോടെ തന്റെ മകനെ അന്വേഷിച്ച മേരിയും ജോസഫും അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഈശോ, നീ എവിടെയാണ് മകനെ? മോനെ, നീ എന്താണ് ഈ ചെയ്തത്? നിന്റെ പിതാവും ഞാനും എത്രമാത്രം വിഷമിച്ചുവെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? മകനെ,
അമ്മയെ വിഷമിപ്പിക്കാതെ ഞങ്ങളുടെ കൂടെ വരും. ഈശോ ജോസഫിന്റെയും മേരിയുടെയും ഒപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മുൾമുടി ശിരസിലേന്തിയും ഭാരമേറിയ കുരിശ് തോളിൽ വഹിച്ചും ഈശോ നടത്തിയ അന്തിമയാത്രയിൽ മാതാവ് വഴിയിൽ വെച്ച് ഈശോയെ ദർശിച്ച രംഗം എത്രയോ ഹൃദയസ്പർശിയാണ്. ദൈവം കാണിക്കുന്നതിന് പകരം അവർ അവിടുത്തെ തറയിലേക്ക് തള്ളി വീഴ്ത്തി ചാട്ടവാർ കൊണ്ടടിച്ചു. പരിഹാസപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: ശക്തനായ രാജാവേ, നിനക്കുള്ള സിംഹാസനം ഇതാ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. ഈ കാഴ്ചകൾ മാതാവിന് ഏറെ വേദനാജനകമായിരുന്നു. ഏതൊരമ്മയ്ക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അമ്മയും മകനും പരസ്പരം നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടി. നിശബ്ദമായ വേദന നിറഞ്ഞ നിമിഷങ്ങൾ. ആ നിമിഷങ്ങൾ സ്വർഗീയമാവുകയായിരുന്നു. വേദനയുടെ പറഞ്ഞറിയിക്കാനാവാത്ത കഠിനതയാണ് മറിയത്തിന് സമ്മാനിച്ചത്. താൻ പൊന്നുപോലെ നോക്കി വളർത്തിയ മകനെ തന്റെ കൺമുമ്പിൽ പീഡിപ്പിച്ച് കുരിശിലേറ്റിയിരിക്കുന്നു. കാണുമ്പോൾ ഏതമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുക? പക്ഷേ മാതാവ് ദൈവപിതാവിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചവളാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സഹിക്കുവാനുള്ള ശക്തി ദൈവപിതാവ് നൽകി. കുരിശിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് അമ്മ ചിലപ്പോൾ മോനോട് പറഞ്ഞു കാണും: മോനെ, ഞാൻ നിന്റെ കൂടെയുണ്ട് കേട്ടോ. തൻ്റെ മകന്റെ കുരിശും അപമാനവുമെല്ലാം അമ്മ ഏറ്റെടുക്കുന്നു. കഷ്ടപ്പാടിന്റെ നിഗൂഢതയിൽ ആത്മാർത്ഥമായി നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കുവാൻ നമ്മുടെ അടുത്തു വരുന്ന മാതാവിനെ തിരിച്ചറിയാതെ നാം പോകരുത്. അവൾ നമ്മുടെ കാതുകളിലും മന്ത്രിക്കും: കുഞ്ഞേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദേഹമാസകലം കഠിന ക്ഷതങ്ങളേറ്റ് രക്തത്തിൽ കുളിച്ച തൻ്റെ ഓമനസുതന്റെ മൃതദേഹം മടിയിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. ഈശോയുടെ ദിവ്യമായ മുഖം മുറിവുകളാൽ മൂടപ്പെട്ട് വികൃതമായിരുന്നതിനാൽ തിരിച്ചറിയുന്നതിന് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. തലമുടിയും താടിയും രക്തം കൊണ്ട് കട്ട പിടിച്ചിരുന്നു. തല നല്ലതുപോലെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധിയായ മാതാവ് മകന്റെ മൃതമെങ്കിലും ദൈവിക വിശുദ്ധി നിറഞ്ഞ ദിവ്യമായ മുഖത്ത് തലോടിക്കൊണ്ട് കവിളുകളിൽ സ്നേഹചുംബനം നൽകി. ബലി പൂർത്തിയായി. അരമത്യാക്കാരൻ ജോസഫും നിക്കദേമൂസും ഭക്തസ്ത്രീകളും ചേർന്ന് ഈശോയുടെ ശരീരം ഒരു പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. ഈശോയുടെ തിരുശരീരം സംസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ വ്യാകുലത്താൽ മുറിവേറ്റ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിന് കുടിയോരം ജന്മം നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഉടലോടെ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട ദിനം. ഏവർക്കും സെന്റ് മേരീസ് യൂണിറ്റിന്റെ സ്വർഗാരോപണം തിരുനാൾ ആശംസിക്കുന്നു.